കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായ പിണറായി വിജയൻ ഇന്ന് സഭയിൽ പോലീസ് സേനയെ പ്രശംസിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ അതിനെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയായ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് തൂക്കിക്കൊന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകനായ പ്രതിയെ സംരക്ഷിച്ച സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് സഭയിൽ ഉയർന്നത്. പ്രതിയെ സംരക്ഷിക്കുവാൻ കേസിന്റെ ആദ്യഘട്ടം മുതൽ എല്ലാ തരത്തിലുള്ള സഹായങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന രൂക്ഷ വിമർശനവും ആക്ഷേപവും അവിടെ ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെ വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരിയായ കുഞ്ഞിനെ ബലാത്സംഗം ചെയ്ത് കൊന്ന കേസ് സഭ നിർത്തിവെച്ച് അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചപ്പോൾ അതിന്റെ ആവശ്യമൊന്നും തന്നെയില്ല. കാര്യക്ഷമമായിട്ടാണ് പോലീസ് കേസ് അന്വേഷിച്ചത്. കേസിന്റെ വിധിയിൽ തൃപ്തരല്ല എങ്കിൽ അത് അപ്പീലുമായി മുൻപോട്ട് പോകുവാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന തരത്തിലേക്കൊക്കെ ആയിരുന്നു മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത്. ഇവിടെ വണ്ടിപ്പെരിയാർ കേസിൽ സംഭവിച്ചിട്ടുള്ളത് തീർത്തും നിർഭാഗ്യകരമായ ഒരു കാര്യമാണ്. അതിൽ ആദ്യം ചെയ്യാനുള്ളത് ആ കേസ് സംബന്ധിച്ചുള്ള വിശദമായ അപ്പീൽ കൊടുക്കലാണ്. ആ അപ്പീൽ ഇപ്പോൾ കോടതിയുടെ മുന്നിൽ പരിഗണനയിലിരിക്കുകയാണ്. അത് ഒരു ഭാഗമേ ആകുന്നുള്ളൂ. മറ്റൊരു ഭാഗമാണ് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത്. കോടതിയുടെ ചില പരാമർശങ്ങളുണ്ട്, ഗൗരവമായ പരാമർശങ്ങളായി തന്നെയാണ് സർക്കാർ അത് കാണുന്നത്. അതുമായി ബന്ധപ്പെട്ട വകുപ്പ് തല പരിശോധനയും അന്വേഷണവും നടത്താൻ നേരത്തെ നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. ആ പരിശോധന നടന്നുകൊണ്ടിരിക്കുക. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേട്, വീഴ്ചകൾ അത് പൊറുപ്പിക്കുന്ന അവസ്ഥയുണ്ടാവില്ല. അത്തരം വീഴ്ചകളോ ക്രമക്കേടുകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർക്കശമായ നടപടി തന്നെ ഗവൺമെൻറ്റിൽ നിന്നുണ്ടാകുമെന്നാണ് ഉറപ്പ് നൽകാനുള്ളത്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള ആശങ്കയും ഉണ്ടാകേണ്ടതായിട്ടില്ല. ഇതിനെ പ്രതിയുടെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ അഭിപ്രായമോ പ്രതിയുടെ അച്ഛൻ്റെ രാഷ്ട്രീയ നിലപാടോ ഒന്നും ഗവൺമെൻറ്റിനെ സ്വാധീനിക്കുന്നതല്ല. ഗവൺമെൻറ് മുന്നിൽ ഹതഭാഗ്യയായ ആ കുട്ടിയുടെയും കുടുംബത്തിൻ്റെയും പ്രശ്നമാണ്. ആ കാര്യത്തിൽ ഏതെല്ലാം തരത്തിലുള്ള കർക്കശമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടോ അതിൻ്റെ അങ്ങേയറ്റം വരെ പോകാൻ സർക്കാർ തയ്യാറാകും എന്നതുകൂടി പറയാൻ തയ്യാറാവുകയാണ്. അതിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മറുപടി ഉണ്ടായിരുന്നു. അദ്ദേഹം ഓരോ കാര്യങ്ങളും കേസിന്റെ ആദ്യഘട്ടം മുതലുള്ള എല്ലാ വിഷയങ്ങളെയും കൃത്യമായി വിശകലനം ചെയ്ത് അതിലെ പാകപ്പിഴകൾ കൃത്യമായി പറഞ്ഞുകൊണ്ടായിരുന്നു അതിന് പ്രതികരണമായി സഭയിൽ പ്രസംഗിച്ചത്. സ്വർഗം ഇടിഞ്ഞു വീണാലും നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ന്യായം സംരക്ഷിക്കപ്പെടണം, ജസ്റ്റിസ് ഇവിടെ ഉണ്ടാകണം എന്നതാണ് ഏറ്റവും പ്രധാനമായും ഉള്ള നിയമത്തിന്റെ ഒരു അടിസ്ഥാനം. ആ അടിസ്ഥാനത്തെ വരെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് കേരള സർക്കാർ ഈ വിഷയത്തെ, ഈ കേസിനെ നോക്കിക്കണ്ടത്. ആ കുഞ്ഞിനോട് യാതൊരു ദയവും കാണിക്കാത്ത തരത്തിലേക്കാണ് ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ ഇവിടുത്തെ സർക്കാർ, ഇവിടുത്തെ പോലീസ് സംവിധാനം നിലനിന്നിരുന്നത് എന്ന് അദ്ദേഹം സഭയിൽ തുറന്നടിക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സുപ്രധാനമായി സൂക്ഷിച്ച് പരിശോധിക്കാതെ ഇരുന്ന ചില വിഷയങ്ങളെ പറ്റിയിട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സഭയിൽ ഉന്നയിച്ചു. ഈ പിഞ്ചു കുഞ്ഞിനെ ബലാത്കാരമായി പീഡിപ്പിച്ച് കൊന്ന കേസിലെ പ്രതി കൊലപാതകം നടത്തിയതിനു ശേഷവും ആ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇതിലെ പ്രധാനമായ ഒരു ദൃക്സാക്ഷി അദ്ദേഹം പറയുന്നുണ്ട്. ആ വാതിൽ അവിടെ തുറന്നു കിടപ്പുണ്ടായിരുന്നു. സംഭവം നടന്ന അല്പനിമിഷത്തിനുള്ളിൽ ആ വാതിൽ ഇവിടെ തുറന്നു കിടക്കുന്ന അദ്ദേഹം കണ്ടിരുന്നു. അവിടുത്തെ ജനാല തുറന്നു കിടന്നിരുന്നു. പക്ഷെ ആ ജനാല പ്രതി പിന്നീട് അവിടെ എത്തി താൻ രക്ഷപ്പെട്ടിരുന്ന അതേ ജനാല തിരിച്ച് അടച്ചിടുകയായിരുന്നു. അവിടെ ജനാല അടഞ്ഞു കിടക്കുകയായിരുന്നു എന്ന് മാത്രമായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും രേഖപ്പെടുത്തിയിരുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നു. പിന്നീട് അങ്ങോട്ട് എല്ലാ തരത്തിലും ആ പ്രതിയെ സംരക്ഷിക്കുന്ന രീതിയിലായിരുന്നു അന്വേഷണം. അന്വേഷിക്കാൻ വന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് അറിയാമായിരുന്നു പ്രതി ആരാണെന്ന്, പാർട്ടിക്ക് അറിയാമായിരുന്നു പ്രതി ആരാണെന്ന്. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും തന്റെ പാർട്ടിക്കാരനെ സംരക്ഷിക്കണം. അവൻ എന്ത് നെറുകേട് ചെയ്താലും അവൻ സ്വന്തം പാർട്ടിക്കാരനാണ്. അതുകൊണ്ട് ആ പാർട്ടിക്കാരനെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കണമെന്ന ഉറച്ച തീരുമാനത്തിന്റെ പുറത്ത് നീതി ലഭിക്കാതെ പോയത് 6 വയസ്സുകാരിയായ ഒരു പിഞ്ചു കുഞ്ഞിനാണെന്ന ബോധ്യം ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക്, ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയൻ ഉണ്ടാകണമെന്ന് പറയാതെ പറഞ്ഞൊരു താക്കീത് നൽകുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പിന്നീട് പ്രതിയുടെ തന്ത്രപരമായ നീക്കത്തിലൂടെ കുട്ടിക്ക് പോസ്റ്റ്മോർട്ടം നടത്തേണ്ട, കുട്ടിയുടെ മൃതദേഹത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട എന്നൊരു ആവശ്യം മുൻപോട്ട് വെക്കുന്നു.
പ്രതി അവിടെ നിലവിളിച്ചു കരയുന്നു, എൻ്റെ കുഞ്ഞിനെ പോസ്റ്റ്മോർട്ടം ചെയ്യരുതെന്ന്. മറ്റുള്ളവരും അത് ഏറ്റുപിടിക്കുന്ന തരത്തിലേക്ക് വരുന്നു. കൃത്യമായ പാർട്ടിയുടെ ഇടപെടൽ അതിലുണ്ടാകുന്നു. ആ ഇടങ്ങളിലെല്ലാം കൃത്യമായി പാർട്ടിയുടെ കൈ അവിടെ ഉണ്ടായിരുന്നു. ചോദ്യം ചെയ്യൽ കൃത്യമായി നടത്തിയില്ല. അത്തരത്തിൽ കൃത്യമായ ചോദ്യം ചെയ്യൽ നടന്നിരുന്നുവെങ്കിൽ പ്രതി കൃത്യമായി കുറ്റം സമ്മതിക്കുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഇവിടെ അതൊന്നും ചെയ്തില്ല. ഏറ്റവും അടിസ്ഥാനപരമായ എവിഡൻസ് ആക്ടിൽ പറയുന്ന ഏറ്റവും അടിസ്ഥാനപരമായ പല കാര്യങ്ങളും അവിടെ ചെയ്തിട്ടില്ല. കൃത്യമായി തെളിവുകൾ ശേഖരിച്ചിട്ടില്ല. പ്ലേസ് ഓഫ് ഒക്കറൻസിൽ നടത്തേണ്ട ബേസിക് കാര്യങ്ങൾ പോലും ചെയ്തിട്ടില്ല എന്ന് കൃത്യമായി വിമർശിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പിന്നീട് ഈ കേസിന് വിധി വന്നതിന് ശേഷം കുട്ടിയുടെ പിതാവിനെതിരെയും കുട്ടിയുടെ മുത്തച്ഛനെതിരെയും വലിയ തരത്തിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നു പാർട്ടി. അവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ആക്രമിച്ച പ്രതി ഓടിക്കയറുന്നത് പാർട്ടി ഓഫീസിലേക്കാണ്. അതായത് പരസ്യമായി ഒരു 6 വയസ്സുകാരി പിഞ്ചു കുഞ്ഞിനെ ബലാത്കാരമായി പീഡിപ്പിച്ചു കൊന്ന പ്രതിയെ എന്തു വില കൊടുത്തും സംരക്ഷിക്കുമെന്ന ധാർഷ്ട്യത്തിന്റെ ധിക്കാരത്തിന്റെ സ്വരത്തിൽ മറുപടി നൽകുകയാണ് ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ, ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന്റെ പാർട്ടി എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. വി ഡി സതീശൻ സഭയിൽ ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്നു. വണ്ടിപ്പെരിയാറിലെ കുട്ടിയെ കൊന്ന ഘാതകനെതിരെ നടപടി ഉണ്ടാകണം, നീതി സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ പ്രതിപക്ഷത്തിന്റെ സമരത്തെ ഏതോ പാർട്ടി സമരം പോലെ എതിർക്കുകയായിരുന്നു അവിടുത്തെ ഇടതുപക്ഷം, അവിടുത്തെ ഇടതുപക്ഷ അനുഭാവികൾ, അവിടുത്തെ പാർട്ടി നേതാക്കന്മാർ. അതായത് പാർട്ടിയാണ് വലുത്, ഒരു പിഞ്ചു കുഞ്ഞൊന്നും ഇവിടുത്തെ പ്രസക്തമായ കാര്യമേ അല്ല എന്ന് പറയാതെ പറയുകയാണ് ഇടതുപക്ഷം, പറയാതെ പറയുകയാണ് ഭരണകൂടം എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി സഭയിൽ ഉന്നയിച്ച ഒരു കാര്യം, വേണ്ട നടപടികൾ ഉടൻ സ്വീകരിക്കും, നടപടികളിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല, സർക്കാർ കുട്ടിക്കൊപ്പമായിരിക്കും എന്നൊക്കെ ഘോരഘോരമായി പ്രസംഗിച്ചപ്പോൾ അതിന് ചുട്ട മറുപടി കൊടുക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അതായത് ഈ കേസിന്റെ ജഡ്ജ്മെന്റ് വരുന്നത് ഡിസംബർ 14-ാം തീയതിയാണ്. 1.5 മാസം പിന്നിടുന്നു. ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല, ഇതുവരെ യാതൊരു നിലപാടും എടുക്കുന്നില്ല, യാതൊരു പ്രതികരണവും ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന് അക്കങ്ങളും കണക്കുകളും സത്യാവസ്ഥയും പറഞ്ഞുകൊണ്ട് സഭയിൽ അത്രമേൽ രൂക്ഷമായ ഒരു കാര്യത്തെ അടിയന്തര പ്രമേയമായി ഉൾക്കൊണ്ടുകൊണ്ട് സഭ നിർത്തിവെച്ചതിനെ പരിഗണിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർത്തിക്കൊണ്ട് പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും പ്രതിപക്ഷം ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഒപ്പം അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രി പറഞ്ഞു ഇവിടുത്തെ പോലീസ് വലിയ സന്നാഹമാണ്, ഇവിടുത്തെ പോലീസ് വലിയ കാര്യക്ഷമതയോടുകൂടി കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുന്നവരാണെന്നൊക്കെ പറഞ്ഞപ്പോൾ തിരിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ച ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അട്ടപ്പാടിയിലെ മധു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊന്ന ഘാതകർക്കെതിരെ എന്ത് നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്? അവരുടെ കേസ് ഇപ്പോൾ എന്തായി? വാളയാറിലെ 2 പിഞ്ചു കുഞ്ഞുങ്ങളെ ഇതുപോലെ ബലാത്കാരമായി പീഡിപ്പിച്ച് കെട്ടിത്തൂക്കി കൊന്നപ്പോൾ എന്ത് നിലപാടാണ്, എന്ത് അന്വേഷണ ശൈലിയാണ്, എന്ത് അടിയന്തര തീരുമാനമാണ് സർക്കാർ സ്വീകരിച്ചത്? ആ കേസുകൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഒരു വിദേശ വനിതയെ പീഡിപ്പിച്ചു കൊന്നു, ആ കേസ് എവിടെയാണ് നിൽക്കുന്നത്? ഇപ്പോൾ വണ്ടിപ്പെരിയാറിലെ പിഞ്ചു കുഞ്ഞിനെ ബലാത്കാരമായി പീഡിപ്പിച്ച് കെട്ടിത്തൂക്കി കൊന്നപ്പോൾ അതിലെ പാർട്ടി അംഗത്തെ പാർട്ടി നേതാവിനെ, ഡിവൈഎഫ്ഐ നേതാവിനെ സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്നതല്ലാതെ ആ കുട്ടിയുടെ ഘാതകനെ കൃത്യമായി അവനെ ചോദ്യം ചെയ്ത് കൃത്യമായി അവനെ ശിക്ഷിച്ച് ആ കുട്ടിയുടെ ശരീരത്തിന് യാതൊരു വിലയും നൽകാത്ത തരത്തിലേക്കാണ് ഇവിടുത്തെ ഭരണപക്ഷത്തിന്റെ രീതി പോകുന്നത് എന്ന് മുഖത്തടിച്ചതുപോലെ തന്നെ മറുപടി നൽകുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അപ്പീലിൽ പോകുന്നു എന്ന് പറയുന്നു മുഖ്യമന്ത്രി. ഇതേ എവിഡൻസുകൾ കൊണ്ടല്ല അപ്പീലിന് പോവുക, ഇതേ തെളിവുകൾ കൊണ്ടല്ല അപ്പീലിന് പോവുക. അതായത് അടിസ്ഥാനരഹിതമായ തെളിവുകൾ കൊണ്ട് ഇനി എത്ര അപ്പീലിന് പോയിട്ടും കാര്യമില്ല. അന്വേഷിക്കേണ്ട സമയത്ത് കൃത്യമായി അന്വേഷിച്ചില്ല. ഒരുപാട് കേസുകൾ അന്വേഷിച്ച് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണിത്. പക്ഷെ എന്തുകൊണ്ട് ഇവിടെ ഒരു എവിഡൻസ് ആക്ടിൽ പറയുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നിറവേറ്റുവാൻ സാധിക്കാതെ പോയി എന്നത് ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ്. അത് വിരൽ ചൂണ്ടുന്നത് ഇവിടുത്തെ ഭരണപക്ഷത്തിന്റെ നേരെ തന്നെയാണ്, പിണറായി വിജയൻ എന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് നേരെ തന്നെയാണ്, പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് നേരെ തന്നെയാണ്.